നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 16,48,200 കിലോമീറ്ററാണ് ഇറാൻ്റെ വിസ്തീർണം. എന്നാൽ ഇസ്രയേൽ വെറും 21,937 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള രാജ്യം. ഇസ്രയേലിൻ്റെ വിസ്തീർണത്തെക്കുറിച്ച് ഏകദേശ ചിത്രം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിൻ്റെ വിസ്തീർണവുമൊന്ന് പരിശോധിക്കാം. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 സ്ക്വയർ കിലോമീറ്റർ. പവർ ഇൻഡെക്സിൽ 16ാം റാങ്കാണ് ഇറാനുള്ളത്. എന്നാൽ ഇസ്രയേൽ അവിടെ 15ാം റാങ്കിൽ തിളങ്ങി നിൽക്കുന്നു. ഇറാനിലുള്ള ജനസംഖ്യ 8,83,86,937. എന്നാൽ ഇസ്രയേലിൻ്റെ ജനസംഖ്യ വെറും 94 ലക്ഷം. ഇറാൻ്റെ മാൻ പവർ കണക്കാക്കിയിരിക്കുന്നത് 5 കോടി. എന്നാൽ ഇസ്രായേലിൻ്റേത് വെറും 39 ലക്ഷം. ഇത്ര കുഞ്ഞൻ രാജ്യമായിട്ടും ഡിഫൻസിന് വേണ്ടി ഇസ്രയേൽ ചെലവിടുന്നത് ഇറാൻ്റെ ഇരട്ടി തുക. ഇസ്രയേലിൻ്റെ തീഷ്ണത ശക്തിയുടെ ഒരു ഘടകമാണ് എന്നവർ വിശ്വസിക്കുന്നു. 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിൻ്റെ ഓർമ്മ ദിവസം. അന്നു മുതൽ ഇസ്രയേൽ യുദ്ധരംഗത്താണ്. തുടർച്ചയായ 619 ദിവസം. ടെല്ലവീവിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ പറന്നു വരുമ്പോൾ ഗോൾഡൻ ബീച്ചിൽ സൂര്യപ്രകാശം കൊള്ളുന്നവരുടെ എണ്ണം കുറഞ്ഞുവെന്ന് മാത്രം. ഇസ്രയേലിൻ്റെ ഗോൾഡൻ ബീച്ചിൽ ഇപ്പോഴും സൂര്യപ്രകാശമേൽക്കാൻ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഡിസൻകോഫ് സ്ട്രീറ്റിൽ കോഫി കുടിക്കാൻ എത്തുന്നവരും ഇപ്പോഴുമുണ്ട്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മുതൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ ഒരു ജൂതരാഷ്ട്രം നടത്തിയ ചരിത്രപരവും അഭൂതപൂർവവുമായ ആക്രമണത്തിൻ്റെ തുടർച്ചയിലും സാധാരണ ജനങ്ങൾ അത്ര ഭയചകിതരല്ല. ഇസ്രയേലിൽ ഇറാൻ ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ച 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ആ രാജ്യത്ത് വലിയ തകർച്ചയുണ്ടാക്കുമ്പോഴും ജനങ്ങൾ പരിഭ്രാന്തിയിലല്ല. ആകാശ സ്ഫോടനങ്ങളുടെ ശബ്ദത്തിൽ നഗരം വിറയ്ക്കുമ്പോഴും അവർ തങ്ങളുടെ ബോംബ് ഷെൽട്ടറുകളിൽ കാർഡ്സ് കളിച്ചും സൊറ പറഞ്ഞും സമയം പോക്കുന്നു. ഇറാൻ്റെ പ്രതികരണം ദശലക്ഷക്കണക്കിന് ഇസ്രയേലികളെ ബോംബ് ഷെൽട്ടറുകളിലേക്ക് തള്ളിവിട്ടു. ടെല്ലവീവ്, റമത് ഖാൻ, തംബ്ര, ബാറ്റ്യാം എന്നിവിടങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ നേരിട്ട് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തുന്നു. 14 ഇസ്രയേലികൾ കൊല്ലപ്പെട്ടു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. മറ്റേതെങ്കിലും രാജ്യത്തിന് നേർക്കായിരുന്നു ഇത്തരമൊരു ആക്രമണം നടന്നിരുന്നത് എങ്കിൽ ജനങ്ങൾ എത്രമാത്രം ഭയചകിതരാകുമായിരുന്നു. കഴിഞ്ഞ 2 വർഷം ടെല്ലവീവ് നിരന്തരമായ വെടിവെപ്പിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ എന്നിവരിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഈ നഗരത്തിന് നേർക്ക് പലവട്ടം ആവർത്തിച്ചു. നേരത്തെ തന്നെ 2 ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്കും ടെല്ലവീവ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും യുദ്ധത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. എന്നാൽ അവസാനിക്കുന്നു എന്ന് തോന്നലുണ്ടാക്കാത്ത യുദ്ധമുഖത്താണ് ടെല്ലവീവിലെ ജനങ്ങൾ. ഇസ്രയേലികൾക്ക് യുദ്ധം തങ്ങളുടെ സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നതും ഇങ്ങനെ. ബോംബ് ഷെൽട്ടറുകളിലും വൈഫൈ തടസ്സമില്ലാതെ ലഭിക്കുന്നു. സാങ്കേതിക വിദ്യകളുടെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് ഇസ്രയേൽ. ശനിയാഴ്ച രാത്രി ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ നേരിട്ട് പതിച്ച ബാറ്റ്യാമിലെ ഒരു കെട്ടിടം. ആ കെട്ടിടം സന്ദർശിച്ചുകൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു തൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് കൂടുതൽ ശക്തി ആശംസിക്കുന്നു. ഇസ്രയേലികൾ എത്രമാത്രം സൈറണുകളുടെ സമ്മർദ്ദത്തിലാണ് എന്ന് ലോകം ഉറ്റുനോക്കുന്നു. ഓരോ സൈറൺ മുഴക്കത്തിന് പിന്നാലെയും അവർ ബോംബ് ഷെൽട്ടറുകളിലേക്ക് നടന്നു നീങ്ങുന്നത് സാധാരണ ദിനങ്ങൾ എന്നതുപോലെ. പുറമേക്ക് യുദ്ധമുഖമാണ് എങ്കിലും ഇസ്രായേലിലെ ജനങ്ങൾ ശാന്തത അനുഭവിക്കുന്നു. അവരുടെ വൈകുന്നേരങ്ങളിൽ അവർ സൊറ പറഞ്ഞും ഡിന്നർ കഴിച്ചും ആസ്വദിക്കുന്നു. മിസൈൽ ആക്രമണങ്ങളുടെ ഭീകരമായ വാരാന്ത്യത്തിന് ശേഷം വീണ്ടും ഒരു തിങ്കളാഴ്ച. സാധാരണ പോലെ ജനം ഷെൽട്ടറുകളിൽ നിന്ന് പുറത്തു വന്ന് തങ്ങളുടെ ജീവിതം പുനരാരംഭിച്ചു. അവർ കഫേകളിലും ഹോട്ടലുകളിലുമൊക്കെ ജോലി ചെയ്യുന്നു. നിരത്തുകളിലൂടെ സാധാരണ എന്നതുപോലെ നടന്നു നീങ്ങുന്നു. അവർക്കറിയാം അവരുടെ ജീവൻ സുരക്ഷിതമായിരിക്കുമെന്ന് അവരുടെ സേനാ ശക്തിക്ക് മുന്നിൽ. ഇസ്രയേലികളുടെ പ്രത്യേകത തന്നെയാണ് ലോകം ഇപ്പോൾ ശ്രദ്ധിക്കുന്നതും. വിവേകപൂർണമായ ജാഗ്രത, ഒരുതരം ശാഠ്യപരമായ നീക്കങ്ങൾ. പ്രതിരോധശേഷിയിലും ആക്രമണശേഷിയിലും ലോകത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പോരാളികൾ. തങ്ങളുടെ ഹോം കമാൻഡിനെ അവർ അത്രയേറെ വിശ്വസിക്കുന്നു. എന്നാൽ ഇസ്രയേലികളായ പലരും ഇപ്പോൾ പിരിമുറുക്കത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ സവിശേഷമായ മനക്കരുത്തും പ്രവർത്തനക്ഷമതയുമുള്ള ഇസ്രയേലികളെ വിറപ്പിക്കാൻ ഇറാന് കഴിയുമോ?
ഈ യുദ്ധം എത്ര നാൾ തുടരുമെന്ന് ലോകത്തിന് നിശ്ചയമില്ല. ഇസ്രയേലികൾക്കും ആദ്യ ദിനം തന്നെ ഇറാനിലേക്ക് നുഴഞ്ഞു കയറി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അടക്കം ആക്രമിച്ച് തകർത്ത ഇസ്രയേലിനെയാണ് ലോകം കണ്ടത്. IRGC തലവനെയും ഇറാന്റെ സംയുക്ത സേനാ മേധാവിയെയുമൊക്കെ വകവരുത്തിക്കൊണ്ട് ഇസ്രയേൽ തുടക്കമിട്ട യുദ്ധം. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ യൂണിറ്റുകളും വിക്ഷേപണ തറകളുമൊക്കെയായിരുന്നു തങ്ങളുടെ മുഖ്യ ലക്ഷ്യമെന്ന് ഇസ്രയേൽ പലവട്ടം വിശദീകരിച്ചു. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് ആക്രമണങ്ങൾ തുടരുന്നത്? അവ പ്രതിരോധിക്കാൻ പൂർണ്ണമായി എന്തുകൊണ്ട് ഇസ്രയേലിന് കഴിയുന്നില്ല? ഇസ്രയേലിൻ്റെ ചില വെല്ലുവിളികൾ തന്നെയാണ് അതിനുത്തരം. കേരളത്തിനേക്കാൾ ഒരു കുഞ്ഞൻ രാജ്യം. ഇസ്രയേലിലെ നഗരങ്ങളൊക്കെ ജനനിബിഡമാണ്, ഒപ്പം കെട്ടിടങ്ങളും. അതുകൊണ്ട് തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഉന്നം പിടിക്കാൻ എളുപ്പമാണ്. ഇസ്രയേലിന് നേർക്ക് ഇറാൻ എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കാൻ കഴിയും. ഇതാണ് ഇസ്രയേലിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ ഭൂമിശാസ്ത്രപരമായി ഇറാൻ വലിയ വിസ്തൃതിയിലുള്ള രാജ്യമാണ്. തിരഞ്ഞുപിടിച്ച് ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തി ആക്രമിക്കുക പ്രയാസം. വ്യോമശക്തിയിൽ ഇസ്രയേൽ ഇറാനെ അപേക്ഷിച്ച് മുന്നിട്ട് നിൽക്കുന്നു. ഇസ്രയേലിൻ്റെ പക്കൽ 611 യുദ്ധസജ്ജമായ വിമാനങ്ങളും ഇറാന്റെ പക്കൽ 551 എണ്ണവും. പോർജെറ്റുകളുടെ കാര്യത്തിൽ 240 എണ്ണമുണ്ട് ഇസ്രയേലിന്. എന്നാൽ 188 മാത്രമാണ് ഇറാന്റെ പക്കൽ. ആക്രമണ ഹെലികോപ്റ്ററുകൾ 147 എണ്ണം ഇസ്രയേലിന്. ഇറാന്റെ പക്കലുള്ളത് 128 എണ്ണം മാത്രം. അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇസ്രയേൽ മുന്നിൽ 48, ഇറാന്റെ പക്കലുള്ളത് 13. നാവികസേനയുടെ കാര്യത്തിൽ കരുത്തർ ഇറാൻ തന്നെ. 107 ഫ്ലീറ്റ് സ്ട്രെങ്ത് ഉണ്ട് ഇറാന്. എന്നാൽ ഇസ്രയേലിൻ്റെ പക്കലുള്ളത് വെറും 62. ഇറാന്റെ പക്കലുള്ള മുങ്ങിക്കപ്പലുകൾ 25. എന്നാൽ ഇസ്രയേലിൻ്റെ പക്കലുള്ളത് വെറും 5 എണ്ണം. ഡോൾഫിൻ എന്നിവയെ ഇരട്ട പേരിട്ട് വിളിക്കുന്നു. ആണവ പോർമുനകളുണ്ട് ഈ അന്തർവാഹിനികൾക്കെന്ന് ലോകം വിശ്വസിക്കുന്നു. എയർപോർട്ടുകളുടെ കാര്യത്തിൽ ഇറാൻ ഏറെ മുന്നിൽ, 173 എയർപോർട്ടുകൾ. എന്നാൽ ഇസ്രയേലിലുള്ളത് വെറും 37. ഓരോ വിമാനത്താവളവും ആക്രമിച്ച് തീർക്കണമെങ്കിൽ 173 ആക്രമണ ലക്ഷ്യങ്ങൾ. ഇതാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഇറാന്റെ പക്കലുള്ളത് ഏകദേശം 18ഓളം പോർട്ടുകൾ. എന്നാൽ ഇസ്രയേലിലുള്ളത് വെറും 5 എണ്ണം. യുദ്ധമുഖത്ത് ലേബർ ഫോഴ്സിൻ്റെ കാര്യത്തിൽ ശക്തരാണ് ഇറാനികൾ. ഏകദേശം 2,91,00,000 ലേബർ ഫോഴ്സ് സ്വന്തമായുണ്ട് ഇറാന്. ഇസ്രയേലിൻ്റെ പക്കലുള്ളത് വെറും 45,54,000. പ്രകൃതി വിഭവങ്ങളും പ്രകൃതിവാതകങ്ങളുമൊക്കെ സുലഭമാണ് ഇറാന്. ഇറാന്റെ 16,48,195 കിലോമീറ്റർ പരന്നു കിടക്കുന്ന ആ ഭൂപ്രദേശത്ത് തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ നിർണയിച്ച് കൃത്യമായ ആക്രമണം നടത്തുകയാണ് ഇസ്രയേലിൻ്റെ മുന്നിലുള്ള വലിയ വെല്ലുവിളി. എന്നാൽ ഇറാനെ സംബന്ധിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിൻ്റെ ആ ജോഗ്രഫിയിലേക്ക് ഒന്ന് തിരിച്ചു വച്ചാൽ മാത്രം മതി. ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ കടുപ്പിച്ചിട്ടും ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുന്നത് ഇറാൻ തുടരാൻ ഇതുതന്നെയാണ് മുഖ്യ കാരണം. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ദീർഘകാല സൈനിക സിദ്ധാന്തത്തിൻ്റെ അടയാളപ്പെടുത്തൽ. അവരുടെ വികേന്ദ്രീകൃത അടിസ്ഥാന സൗകര്യങ്ങളും നവീകരിച്ച അതിജീവന തന്ത്രങ്ങളും തന്നെയാണ് ഇസ്രയേലിന് ചെറുത്തു തോൽപ്പിക്കാനുള്ളത്. വ്യത്യസ്ത ശ്രേണിയിലും വാർഹെഡ് തരങ്ങളിലുമുള്ള ഏകദേശം 2000ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാൻ തങ്ങളെ ആക്രമിക്കുന്നത് എന്ന് IDF കണക്കുകൂട്ടുന്നു. 100 കണക്കിന് വിക്ഷേപണ സംവിധാനങ്ങൾ ഇറാന്റെ പക്കലുണ്ട്. ഈ വിക്ഷേപണ സംവിധാനങ്ങൾ പൂർണ്ണമായി തകർക്കുക അത്ര എളുപ്പമല്ല. 2 പതിറ്റാണ്ടിലേറെയായി ഇറാന്റെ മിസൈൽ തന്ത്രം 3 പ്രധാന ഘടകങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നു. വിദേശ സാങ്കേതിക വിദ്യയുടെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് അവർ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തിയത്. ശക്തമായ ആഭ്യന്തര പ്രതിരോധ സംവിധാനം ഇതിനകം തന്നെ തയ്യാറാക്കിയെടുക്കാൻ ഇറാന് കഴിഞ്ഞു. സ്വതന്ത്ര ഉൽപ്പാദനം തന്നെയാണ് ഇറാനെ വേറിട്ട് നിർത്തുന്നത്. വൈവിധ്യമാർന്ന മിസൈൽ ശ്രേണി അവരുടെ പക്കലുണ്ട്. എല്ലാം സ്വന്തം രാജ്യത്ത് തന്നെ വികസിപ്പിച്ചെടുത്തവ. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പതിറ്റാണ്ടുകളായി ശ്രദ്ധ വെച്ചത് ആഭ്യന്തര ഉൽപ്പാദനത്തിൽ തന്നെ. ഇറാനിലെ സാധാരണ സൈന്യവും ഒരാക്രമണ ഘട്ടത്തിൽ സ്വന്തം രാജ്യത്തെ ഈ മിസൈൽ നിരയെ തന്നെയാണ് മുഖ്യമായി ആശ്രയിക്കുന്നത്.
IDFിൻ്റെയും ഇസ്രയേൽ വ്യോമസേനയുടെയും ഒക്കെ കഴിവുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇറാൻ ഇത്തരം മിസൈൽ ശ്രേണികൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്തത്. ആയുധശേഖരം, ഡ്രോൺ കപ്പലുകൾ, മിസൈൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ശക്തമാക്കി ഇറാൻ നേരിടുന്ന മുഖ്യ വെല്ലുവിളി ഡ്രോൺ ആക്രമണങ്ങൾക്ക് കരുത്തുറ്റ വ്യോമപ്രതിരോധം സൃഷ്ടിക്കുന്ന ഇസ്രയേലിനെയാണ്. മറുവശത്ത് ബാലിസ്റ്റിക് മിസൈലുകളുടെ കൂട്ടയാക്രമണങ്ങളിൽ ചിലത് ലക്ഷ്യം കാണുന്നു ഇസ്രയേലിൽ. ഇത് ഇറാന് ആവേശം പകരുന്നുവെങ്കിലും ബാലിസ്റ്റിക് മിസൈലുകളുടെ നീണ്ട ആക്രമണ നിര ഒരുക്കാൻ ഇറാന് കഴിയില്ല. വ്യോമാക്രമണങ്ങൾക്കെതിരെ ശക്തമായൊരു സംരക്ഷണ കവചമൊരുക്കാൻ ഇറാന് കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് അവരെ ഭയപ്പെടുത്തുന്ന ഏറ്റവും അടിസ്ഥാന ഘടകവും. ആഭ്യന്തരമായി നിർമ്മിച്ച വ്യോമപ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ നിലംപൊത്തുന്ന കാഴ്ചയാണ് ആദ്യദിന ഇസ്രയേൽ ആക്രമണത്തിൽ തന്നെ നമ്മൾ കണ്ടത്. ഏഷ്യൻ നിർമ്മിത സംവിധാനങ്ങളും റഷ്യൻ S-300 ബാറ്ററികളുമാണ് വ്യോമപ്രതിരോധത്തിനായി മുഖ്യമായി ഇറാൻ ആശ്രയിച്ചത്. വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ തങ്ങളുടെ പ്രദേശത്ത് ശക്തമായിരുന്നുവെന്ന് ഒരിക്കൽ വിശദീകരിച്ചിരുന്നു. ഇറാനിൽ മാത്രമല്ല ഇറാഖിലും സിറിയയിലുമായി പരന്നുകിടന്നിരുന്ന വ്യോമപ്രതിരോധ സംവിധാനങ്ങളും റഡാർ ശൃംഖലകളും. എന്നാൽ മേഖലയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ അടുത്ത കാലത്ത് ദൃശ്യമായി. സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണം നിലംപൊത്തി. ഇറാഖി വ്യോമമേഖല പൂർണ്ണമായും അമേരിക്കയുടെ കൈവശം. എന്നാൽ ഇറാന്റെ അടിസ്ഥാന ആശയത്തിന്റെ വിജയം തന്നെയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിലെ ടെല്ലവീവ് ഉൾപ്പെടെയുള്ള മേഖലകളിലെത്തി നാശം വിതയ്ക്കാൻ കാരണം. 3 തരം വിക്ഷേപണ സംവിധാനങ്ങളാണ് ഇറാന്റെ പക്കലുള്ളത്. 1 സ്ഥിരം വിക്ഷേപണ തറികൾ, 2 മൊബൈൽ, 3 ഭൂഗർഭ ലോഞ്ചറുകൾ. ഇറാന്റെ പക്കലുള്ള ഫിക്സഡ് ലോഞ്ചറുകൾ ആദ്യഘട്ടത്തിൽ ആക്രമിച്ച് തകർക്കുന്നതിൽ ഇസ്രയേൽ വിജയിച്ചു. എന്നാൽ മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് ഇസ്രയേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തുടരെ തൊടുക്കാൻ ഇറാന് കഴിയുന്നു. ഭൂമിക്ക് മുകളിലുള്ള സൈറ്റുകൾ, പ്രത്യേകിച്ച് ഉപഗ്രഹ ഇമേജറി വഴി നിരീക്ഷിക്കാനും ലക്ഷ്യമിടാനും എളുപ്പമാണ്. മറച്ചുവെച്ച ഒരുതരം സെമി ട്രെയിലറുകളിലാണ് മൊബൈൽ ലോഞ്ചറുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമുകൾ കണ്ടെത്താതിരിക്കാൻ ഇടയ്ക്കിടെ ഇവയെ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കും. ചിലത് നഗരപ്രദേശങ്ങളിലോ വിദൂര പ്രദേശങ്ങളിലോ മറഞ്ഞിരിക്കും. മറ്റുള്ളവ അടിയന്തര ഘട്ടങ്ങളിൽ ചിതറിക്കിടക്കും. ഭൂഗർഭ ലോഞ്ചറുകൾ ഉത്തര കൊറിയയിൽ നിന്നും അൽ ഖൈദ ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഇറാനികൾ സൃഷ്ടിച്ചെടുത്തതാണ്. വിന്യാസത്തിന്റെ അവസാന നിമിഷം വരെ ഉപരിതലത്തിനടിയിൽ നിന്ന് ഗതാഗതം, ലോഡിംഗ്, ഇന്ധനം നിറയ്ക്കൽ, വിക്ഷേപണം, പൂർണ്ണമായ മിസൈൽ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുന്ന വിശാലമായ ഭൂഗർഭ സമുച്ചയങ്ങൾ എന്നിവയൊക്കെ ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭൂഗർഭ ആക്രമണ ലക്ഷ്യങ്ങൾ ആക്രമിച്ച് തകർക്കുക ഇസ്രായേൽ ലക്ഷ്യമിടുന്നതിൻ്റെ മുഖ്യ കാരണവും ഇതുതന്നെ. ഇസ്രായേലിൽ നിന്നോ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നോ ഉള്ള ആക്രമണങ്ങൾ തടയുന്നതിനായി ഇറാൻ ഈ ഭൂഗർഭ സൗകര്യങ്ങൾ കാലങ്ങളായി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ ഇറാൻ സംവിധാനത്തിൻ്റെ ഏറ്റവും ദുർബലാവസ്ഥ അതിൻ്റെ കേന്ദ്രീകൃത കമാൻഡും നിയന്ത്രണവുമാണ്. ഏതൊരാക്രമണത്തിനു പിന്നിലും അലി ഖമേനിയുടെ ഉത്തരവ് വേണം. ഇസ്രയേലി ഇൻ്റലിജൻസിൻ്റെ അഭിപ്രായത്തിൽ അടിയന്തര ഘട്ടത്തിൽ സ്വതന്ത്രമായ ആക്രമണം നടത്താൻ ഫീൽഡ് കമാൻഡർമാർക്ക് യാതൊരുവിധ അധികാരവുമില്ല. പ്രധാന ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതക പരമ്പര ഇസ്രയേൽ തുടക്കമിട്ടത് ഈ സിദ്ധാന്തത്തിൽ നിന്ന്. നിലവിലെ ആക്രമണത്തിൻ്റെ ആദ്യ 24 മണിക്കൂറുകൾ ഇറാനിൽ കനത്ത ആശയക്കുഴപ്പമുണ്ടാക്കാൻ ഇസ്രയേലികൾക്ക് കഴിഞ്ഞു. വ്യക്തതയില്ലാത്ത നിർദ്ദേശങ്ങൾ നൽകി ആദ്യ യുദ്ധദിനം ആകെ താറുമാറാക്കിക്കളഞ്ഞു ഇറാൻ. ഇസ്രായേൽ തങ്ങളുടെ രഹസ്യ പ്രവർത്തനങ്ങളിലൂടെ യുദ്ധം തുടങ്ങിവെച്ചു. പിന്നീട് പരസ്യമായ ആക്രമണങ്ങളിലേക്ക് കടന്നപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകളുമായി ഇറാൻ തലപൊക്കിയെങ്കിലും അതിനകം തന്നെ ഇറാൻ വ്യോമമേഖല പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ ഇസ്രയേലിൻ്റെ വ്യോമസേനയ്ക്ക് കഴിഞ്ഞു. ടെല്ലവീവിൽ നിന്ന് ടെഹ്റാനിലേക്ക് ഒരു വായു ഇടനാഴി, എയർ കോറിഡോർ സൃഷ്ടിച്ചെടുത്തുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമണ പരമ്പര തുടക്കമിട്ടതും പിന്നീട് പിന്തുടർന്നതും. ആദ്യഘട്ടത്തിൽ തന്നെ ഇറാന്റെ വ്യോമസേന മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, വെയർഹൌസുകൾ എന്നിവ കൃത്യമായി ലക്ഷ്യമിട്ടു ഇസ്രയേലികൾ. പിന്നീട് ഇറാന്റെ പ്രതിരോധ നിർമ്മാണ വ്യവസായ കേന്ദ്രങ്ങൾ അവർ തകർത്തെറിഞ്ഞു. വലിയ രാജ്യത്തിനെതിരെ ഒരു കുഞ്ഞൻ രാജ്യം നയിക്കുന്ന അവിശ്വസനീയമായ യുദ്ധതന്ത്രങ്ങൾ, അതാണിപ്പോൾ ലോകം ഇസ്രയേലി ആക്രമണങ്ങളിലൂടെ കാണുന്നത്. അമേരിക്കയുടെ പിന്തുണ ഇസ്രയേലിനുണ്ട് എങ്കിലും പോർമുഖത്തവർ ഒറ്റയ്ക്കാണ്. പ്രതീക്ഷിച്ചതിലും മികച്ച ഫലങ്ങൾ തങ്ങൾക്ക് ലഭിച്ചുവെന്നാണ് ഇസ്രയേലി പ്രതിരോധ ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രധാന ഇൻ്റലിജൻസ് മുന്നേറ്റങ്ങളുടെ സഹായത്തോടെ ഇസ്രയേലി വിമാനങ്ങൾ ഇറാനിയൻ ആകാശത്ത് സ്വതന്ത്രമായി ഇപ്പോൾ പറക്കുന്നു.
ഇക്കഴിഞ്ഞ വർഷം ഇസ്രയേലിന് നേർക്ക് ഇറാൻ നടത്തിയതുപോലെ ഭീമൻ മിസൈലുകൾ വിക്ഷേപിക്കാൻ അവർ പാടുപെടുമെന്ന് ഇസ്രയേൽ ഉറപ്പിച്ചു പറയുന്നു. അവരുടെ കമാൻഡർമാർ, സംഭരണ സൗകര്യങ്ങൾ, ലോഞ്ച് ഇൻഫ്രാസ്ട്രക്ചറുകൾ എന്നിവയ്ക്കെതിരായ ആക്രമണങ്ങൾ വിജയം കണ്ടതാണ് അതിന് കാരണം. ഇറാന്റെ മിസൈൽ ശക്തിയെ തകർക്കാനുള്ള ആക്രമണ തന്ത്രങ്ങളുമായി ഇസ്രയേൽ തുടക്കമിട്ട യുദ്ധം നിർണായകമായ ഒരു പ്രഹരം അവർ ഇറാൻ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇസ്രയേൽ ആക്രമിക്കുന്നത് മനുഷ്യവിമാനങ്ങളുടെ സഹായത്തോടെയാണ്. എന്നാൽ ഇറാൻ ഇസ്രയേലിന് നേർക്ക് പലപ്പോഴും ഡ്രോണുകളെയാണ് ആശ്രയിക്കുന്നത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം. തുടർച്ചയായ ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ. ശത്രു എത്ര വലിയവനാണെങ്കിലും ആക്രമിച്ച് തകർക്കുക, തളർത്തുകയെന്ന ഇസ്രയേൽ തന്ത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. യുദ്ധം തുടങ്ങി 2 വൈകുന്നേരങ്ങൾ കടന്നു പോകുമ്പോൾ ഇസ്രയേലികൾ തങ്ങളുടെ സാധാരണ ജീവിതം നയിക്കുന്നു. മറുവശത്ത് ഇറാനിൽ, പ്രത്യേകിച്ച് ടെഹ്റാനിൽ വലിയ പരിഭ്രാന്തി വ്യക്തമാണ്. ജനങ്ങൾ കൂട്ടപലായനത്തിനൊരുങ്ങുന്നു. ഇറാൻ ആണവശേഷി ആർജിക്കുന്നത് വ്യക്തമായും ഇസ്രയേലിനും മേഖലയ്ക്കും ഭീഷണി ഉയർത്തും എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ന്യായമായ യുദ്ധമെന്നാണ് നെതന്യാഹു വിശദീകരിക്കുന്നത്. ഗസയിൽ യുദ്ധം നയിച്ച അതേ രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് ഇപ്പോൾ ഇറാനെതിരെയും യുദ്ധനീക്കങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നത്. ഗസ യുദ്ധം ഒരുപാട് ദിവസങ്ങൾ, വർഷങ്ങൾ നീണ്ടുനിന്നു. ഒരു വശത്ത് ഇറാനെയും മറുവശത്ത് ഒമാനെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയും ഒക്കെ വിഭജിക്കുന്ന ഹോർമുസ് കടലിടുക്ക്. ഹോർമുസ് കടലിടുക്കിലും മെഡിറ്ററേനിയൻ കടലിലുമൊക്കെ പൂർണ്ണ ഇസ്രയേൽ ആധിപത്യം. ഇസ്രയേലിൽ നിന്ന് 2200 കിലോമീറ്ററുകൾക്കകലെ കൃത്യമായ സ്ഫോടനം നടത്താനും കൃത്യമായ ആക്രമണമൊരുക്കാനും ഇസ്രയേലികൾക്കിപ്പോൾ കഴിയുന്നു. അതുതന്നെയാണ് ഇറാനെ കൂടുതൽ ഭയപ്പെടുത്തുന്നതും. തുടർച്ചയായ 2ാം ദിനവും ആകാശത്ത് തീഗോളങ്ങൾ പാഞ്ഞ മറ്റൊരു രാത്രിയിലൂടെയാണ് ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേൽ കടന്നുപോയത്. രാത്രി 11 മണിക്ക് ശേഷം ടെല്ലവീവിലും ഹൈഫയിലുമൊക്കെ വലിയ തോതിൽ ഇറാൻ ആക്രമണം. പുലർച്ചെ വരെ സൈറണുകൾ തുടർച്ചയായി മുഴങ്ങുന്നു. ജനങ്ങൾ ഭൂഗർഭ അറകളിൽ അഭയം തേടുന്നു. മധ്യ ഇസ്രയേൽ നഗരമായ ജാഫയിലേക്ക് യമനിലെ ഹൂതികളും മിസൈലുകൾ പടപട തൊടുക്കുന്നു. ഇസ്രയേലിലെ അറബ് പട്ടണമായ ടമാറയിൽ ഒരു കുടുംബത്തിലെ അമ്മയും 2 പെൺമക്കളും അടക്കം 4 പേരാണ് കൊല്ലപ്പെട്ടത്. ബാത്യാമിൽ 6 പേർ. ടെല്ലവീവിലെ തെക്കൻ പട്ടണമായ ബാത്യാമിൽ തകർന്നടിഞ്ഞ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടവരെ കണ്ടെത്താൻ അടിയന്തരമായി രക്ഷാപ്രവർത്തകരുമിറങ്ങി. അവിടേക്ക് നെതന്യാഹു ഓടിയെത്തി. എന്നാൽ ടെഹ്റാനിലെ കാഴ്ചകൾ ഇതിലും വളരെ ഭീതിതമാണ്. ചുട്ടരിക്കുന്നു ടെഹ്റാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാം. ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ പോർവീര്യം അനുഭവിക്കുകയാണിപ്പോൾ ഇറാനും ടെഹ്റാനുമൊക്കെ. വെള്ളിയാഴ്ച ഇസ്രയേൽ ബോംബിട്ട ഇറാന്റെ മുഖ്യ ആണവ കേന്ദ്രമായ നതാൻസിലെ ഒട്ടേറെ കെട്ടിടങ്ങൾ പൂർണ്ണമായി തകർന്നുവെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ. ഈ നിഗമനങ്ങൾ പൂർണ്ണമായി ശരിയാണ്. ഇറാന്റെ പല ഭാഗങ്ങളും പൂർണ്ണ വൈദ്യുതി നിലച്ച് അന്ധകാരത്തിൽ. പല സ്ഥലങ്ങളിലും വൈഫൈ അടക്കമുള്ള സംവിധാനങ്ങളില്ല. ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിൽ ആ രാജ്യം കൂടുതൽ കെടുതിയിലേക്ക് പതിക്കുന്ന കാഴ്ചകൾ. ഇസ്രയേലിനെ നമ്മൾ വിലയിരുത്തേണ്ടത് ഇവിടെയാണ്. ലോക ആക്രമണങ്ങളുടെ പട്ടികയിൽ ഇസ്രയേലിനെ അടയാളപ്പെടുത്തേണ്ടത് ഇങ്ങനെയും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.